ഹലോ, വെൽക്കം ടു ഹെസാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. സാധാരണ ദിവസങ്ങളിൽ മോൾക്ക് കുറേ നേരം ആ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ കുറച്ച് വാശും കരച്ചിലൊക്കെയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ചെരുപ്പൊക്കെ ഇടിപ്പിച്ച് പുറത്തിറക്കും. അപ്പോൾ പറമ്പിലും മുറ്റത്തൊക്കെ കുറേ നേരം നടന്നാൽ കുറേ സമയം അങ്ങനെ പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന്. ചെരുപ്പിട്ടിട്ട് മാത്രമാണ് ആൾ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പ്രാവിനെ കണ്ടു. അപ്പോൾ നേരെ അതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അത് അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് പറന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ ഓരോ ഓട്ടമായി അങ്ങോട്ട്. അപ്പോൾ പൂവാണ് പറഞ്ഞിട്ട് അതൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നേരെ പോകുന്നത് അവിടെ ഒരു നെല്ലിക്കമരമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ നല്ല കാറ്റ് സമയമാണ് ഇപ്പോൾ നാട്ടിൽ. അപ്പോൾ കാറ്റത്ത് നന്നായിട്ട് തന്നെ നെല്ലിക്കൊക്കെ താഴത്തോട്ട് വീഴാറുണ്ട്. അപ്പോൾ നെല്ലിക്ക പറക്കാനായിട്ടാണ് അവിടെ ഓടുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ദിവസവും ഇതാണ് ഡെയിലി റൂട്ടീനായിട്ട് നടക്കുന്നത്. രാവിലെ എണീറ്റാൽ തന്നെ നേരെ നെല്ലിക്കപ്പഴത്തിൻ്റെ താഴത്തോട്ട് പോകും നെല്ലിക്ക പറക്കാനായിട്ട്. അപ്പോൾ താഴത്ത് വീണിട്ടുള്ള ഓരോ നെല്ലിക്കായിട്ട് ഞാൻ പറക്കിയെടുക്കുന്നുണ്ട്. പറക്കിയെടുത്ത നെല്ലിക്ക ഇടാനായിട്ട് കവറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോള് പോയിട്ട് എടുക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ താഴത്ത് വീണിട്ടുള്ള കുറച്ച് നെല്ലിക്കൊക്കെ പറക്കിയെടുത്തതിന് ശേഷമാണ് ഈ തൊട്ടാവാടിയുടെ ചെടി കണ്ടത്. അപ്പോൾ ഓരോ ഇലയുടെ മേലെ തൊടുമ്പോൾ അതിങ്ങനെ ചുങ്ങി വരുന്നത് കാണാം. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പറക്കി മാറ്റി വെച്ച് നെല്ലിക്ക ഇടാനായിട്ട് കവറൊക്കെ ആയിട്ട് മോളും മോനൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെല്ലിക്ക പറക്കാനായിട്ട് പുറത്തിറങ്ങാനായിട്ട്. പിന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെ നന്നായി കാറ്റാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കയറി കളിക്കുകയാണ് ചെയ്യുന്നത് നെല്ലിക്കൊക്കെ പറക്കിയതിന് ശേഷം. ഡെയിലി അത്യാവശ്യത്തിന് നല്ല എമൗണ്ടിലുള്ള നെല്ലിക്ക തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നെല്ലിക്ക കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ 2-3 ദിവസത്തെ നെല്ലിക്ക അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഓരോന്നും ഉണ്ടാക്കാറ്. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു 1-1.5 കിലോ നെല്ലിക്കെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നെല്ലിക്കച്ചാർ അതേപോലെ നെല്ലിക്ക ഉപ്പിലിടുകയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നെല്ലിക്ക അരിഷ്ടം നെല്ലിക്ക ലേഹ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം നെല്ലിക്ക തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകിയിട്ട് കുറച്ച് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഫ്രീസറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഫ്രീ ആവുന്ന ടൈമിലായിട്ട് നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ അത് കേടന്ന് പോകും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നേരെ ഫ്രീസറിലോട്ടാണ് വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേടുവരാണ്ട് തന്നെ കുറേ ദിവസം ഇരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ചിട്ട് ഉപ്പിലിടുക അല്ലെങ്കിൽ ലേഹ്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.